തനിമ കലാസാഹിത്യവേദി കായംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗായകൻ പി ജയചന്ദ്രനെയും തനിമ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എം സക്കീർ ഹുസൈനെയും അനുസ്മരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. തനിമ കലാസാഹിത്യവേദി കായംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രനെയും തനിമ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എം സക്കീർ ഹുസൈനെയും അനുസ്മരിച്ചു. കായംകുളം ചാപ്റ്റർ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗത്തിൽ ചലച്ചിത്ര ഗാന നിരൂപകൻ ടി എം സുരേഷ് കുമാർ ജയചന്ദ്രൻ അനുസ്മരണം നിർവഹിച്ചു. കാതിൽ തേൻമഴയുമായി നമ്മൾ കേൾക്കുന്നു. മഞ്ഞളയിൽ മുന്നിത്തോർത്തി ധനുമാസ ചന്ദ്രികയുമായി എത്തിയ ഭാവഗായകന്റെ ജീവിതം. 1958 ആദ്യത്തെ സംസ്ഥാന കലോത്സവം നടന്നപ്പോൾ 2 പേർ തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിലാണ് സംസ്ഥാന കലോത്സവ പ്രഥമ മത്സരം നടക്കുമ്പോൾ 2 പേർ, ഒരാൾ ലളിത സംഗീതം, ഒരാൾ മൃദംഗം. ആ ചേർത്ത് വിളിച്ച 2 പേർ മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ചരിത്രം സൃഷ്ടിച്ചു. ഒരാൾ കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്ന് പറയുന്ന ഗന്ധർവ ഗായകൻ. വളർന്ന് പന്തലിച്ച ആൽമരം പോലെ ആകാശത്തോളം മുട്ടി നിൽക്കുന്ന വിവിധ സംസ്കാരങ്ങളും വിവിധ ഭാഷകളിലൂടെയൊക്കെ പാടിയ ആഴത്തിൽ വേരുകളുള്ള ഗാനഗന്ധർവൻ. നോക്കൂ, തൊട്ടപ്പുറത്ത് സ്വല്പം പൊക്കം കുറഞ്ഞ അതെ നമ്മുടെ ഗായകൻ. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം. കാഴ്ചശക്തിയില്ലാത്ത ആ നായകൻ വളരെ സിമ്പിളായിട്ട് ആ റോൾ അവതരിപ്പിച്ചു. അന്ന് സിനിമയിൽ നല്ല കഥകൾ കുഞ്ചാക്കോ മുതലാളികൾ, 2 മുതലാളിമാരുണ്ട്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് തിരുവനന്തപുരത്ത് നേമത്തുകാരൻ ഒരാളുണ്ട്, അതായത് സുബ്രഹ്മണ്യം മുതലാളി. അവര് ദൈവത്തിന്റെ സിനിമ ഇറക്കും, ഇതേ വടക്കൻ വീരകാലുകൾ. അങ്ങനെ സിനിമയുടെ സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ക്രിസ്മസ് രാത്രി ഇറക്കുമ്പോൾ അടുത്താൾ ക്രിസ്മസ് ഇറക്കും, ജയിലിറക്കുമ്പോൾ ജയിൽ പുള്ളി, നമ്മുടെ ഭക്തപൂജ ഇറക്കുമ്പോൾ ശ്രീകൃഷ്ണ പൂജയിൽ ഇറക്കുന്ന ഒരു കാലം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഗായകനാണ് ഉണ്ടായിരുന്നു. അതെ, കന്യാകുമാരി തിരുവനന്തപുരം സ്വദേശി അധികാര ഗായകൻ. ബ്രഹ്മണി മാനസ സഞ്ചരേ മധ്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ്, കേവല മധ്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ്, ഒരു ദേവദൂതികയാണ്. അനുരാഗഗാനം പോലെ അഴകിന്റെ പോലെ പിന്നീട് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത അദ്ദേഹവും വലിയൊരു റാപ്പ് സെറ്റ് ചെയ്ത സംഗീത ഗാനരചയിതാവായിരുന്നു ശ്രീമാരൻ തമ്പി. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം മരണപ്പെട്ട ദിവസത്തിൽ ശ്രീമാരൻ തമ്പി ഉടൻ തന്നെ ഞാൻ തൃശ്ശൂരിലേക്ക് തിരിക്കുകയാണ് എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് തിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഗാനം നിൻമണിയറയിലെ നിന്മലശൈലയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ. മാധ്യമപ്രവർത്തകൻ യു ഷൈജു സക്കീർ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജയചന്ദ്രൻ എന്ന ഗായകനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന സദസ്സ് കൂടിയാണ്. സ്വാഭാവികമായി ആളുകൾ ഗാനങ്ങളെ കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. തനിമ സംസ്ഥാന സമിതി അംഗങ്ങളായ എം ഷമീർ ആറാട്ടുപുഴ, നാസർ പടനിലം, തനിമ കായംകുളം ചാപ്റ്റർ രക്ഷാധികാരി വൈ ഇർഷാദ് എന്നിവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് തനിമയുടെ ഗായകരായ ശ്രീകുമാർ, അഷ്റഫ്, വേണുഗോപാൽ, ഷെഫീഖ്, സനോഫർ ബാബു, ബിന്ദു മേനോൻ, അബിഗേൽ ഷാനവാസ്, ചില്ല സജികുമാർ, അസിം നാസർ എന്നിവർ ജയചന്ദ്രന്റെ പഴയതും പുതിയതുമായ ഗാനങ്ങൾ ആലപിച്ചു. CD ന്യൂസ് കായംകുളം.